അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. ചായ് 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 ട്രെയിനിൽ പോയിട്ട് അതാണ് പണി. ഇപ്പൊ മോദിതേ ഉള്ളൂ അല്ല, ട്രെയിനിൽ പറയില്ലേ ചായ് ചായ് വേണോ ചായ് വേണോ ചായ് വേണോ ചായ് വേണോ സമൂച്ച ചായ് സമൂച്ച ചായ് കൊടുക്കാൻ വേണ്ടി പറ. അവന്റെ അതാണ് ജോലി. വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആറാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അതിങ്ങനെ തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറണ്ട. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ജാൻമണി എയറിലാണ് കേട്ടോ. ആവശ്യമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിട്ട് ഭയങ്കര ആ ഒരു സമരത്തിലും പ്രതിഷേധത്തിലും ഒക്കെ ജാൻമണി അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാൻമണിക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ജാൻമണിയുടെ ആ ഒരു പ്രവൃത്തി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ ഇപ്പോൾ ആളങ്ങ് എയറിലാണ്. എന്താ കാര്യം? മീഡിയക്കാരെ കണ്ടപ്പോൾ ആളങ്ങോട്ട് കുറച്ചൊന്ന് ഓവറായിപ്പോയി. അത് വേറെ ആരെക്കുറിച്ചും അല്ല ഈ പറയുന്ന ജാൻമണി സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചിട്ടുമൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ജാൻമണി സംസാരിച്ചത്. ദേ ഇപ്പോൾ എന്തുവാ, ജാൻമണിക്കെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. വേറെ ആരെക്കുറിച്ചും അല്ല, പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ കാണുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് BJP-ക്കാർ. അവർ നല്ല രീതിയിൽ ഇപ്പോൾ ജാൻമണിക്കെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള തെറിവിളി തന്നെയാണ് ജാൻമണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു യുവതി വിജയുടെ സിനിമ കാണാൻ പോയി ഇറങ്ങിയ സമയത്ത് ഈ മീഡിയക്കാർ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ചോദിച്ചു. അത് പറഞ്ഞാൽ പോരെ, ആ ഒരു ചേച്ചിക്ക് അങ്ങ് ആവേശം കൂടിപ്പോയി. ചേച്ചി പറഞ്ഞു, എനിക്കൊരു തോക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മോദിയെ വെടിവെച്ച് കൊല്ലും എന്നുള്ളൊരു കാര്യം ആ ചേച്ചിയും പറഞ്ഞു. ആ ചേച്ചിയും എയറിൽ കിടന്ന് അയ്യോ നല്ല രീതിയിൽ മേടിച്ചു കൂട്ടി കേട്ടോ. അവസാനം ചേച്ചി വന്ന മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്ന് ആറി തണുക്കുന്നതിന് മുന്നേ ആണ് ഈ പറയുന്ന ജാൻമണി ഈ മോദിക്കെതിരായിട്ട് ഇമാതിരി കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജാൻമണിക്കെതിരായിട്ട് BJP പ്രവർത്തകരും അല്ലാത്തവരും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് വന്നിട്ട് പൂര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനും ഒരു പാർട്ടിയെയും എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന BJP അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ ഇമാതിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടാതിരിക്കുക. ലക്ക രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിലായപ്പോൾ ജാൻമണിയും ഒരു മാപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ജാൻമണിക്കെതിരായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാം. എന്നിട്ട് നമ്മുടെ ജാൻമണി മാഡത്തിന്റെ ആ ഒരു മാപ്പ് വീഡിയോയും കാണാം. നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കണം എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആറാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അതിങ്ങനെ തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറണ്ട. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ജാൻമണി എന്ന പാണ്ടിക്കരിമ്പാറ പൊലയാടി മോന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മറക്കില്ല, പൊറുക്കില്ല. നിന്നെ ഈ രാജ്യത്തിന്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും വിടത്തുമില്ല. അങ്ങനെ നീ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇത്രയും അധിക്ഷേപിച്ചിട്ട് കേരളത്തിൽ സസുഖം വാഴാന്ന് നീ ചിന്തിക്കേണ്ട. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ BJP-ക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ പല രാഷ്ട്രീയങ്ങളുണ്ട്, പല രാഷ്ട്രീയ ആശയങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നിട്ട് രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് വിമർശിക്കാൻ പഠിക്കണം. ഇതുപോലെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ വിടുവായത്തരം പറയുന്ന നാറികൾക്കുള്ള ഒരു പാഠം കൂടി ആയിരിക്കണം ഇവന് കൊടുക്കുന്ന ശിക്ഷ. ഇപ്പൊ ഈ ഒരു സഹോദരന്റെ പ്രതികരണത്തിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരിയാണ് ഈ പറയുന്ന ജാൻമണി വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയെ വളരെ വൃത്തികെട്ട രീതിയിൽ, അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചിട്ടും ഒക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ പറയുന്ന ജാൻമണി പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു രീതിയിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും പ്രത്യേകിച്ച് BJP-ക്കാർ. ഇപ്പൊ ആ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടല്ലോ, ജാൻമണിക്കുള്ള പണി കിട്ടുമെന്നുള്ളത്.
എന്താ പറയണ്ടേ, ആ ഒരു മീഡിയക്കാരെ കണ്ടപ്പോഴത്തേക്കുള്ള ആ ഒരു എന്താ പറയാ ചോരത്തിളപ്പിൽ അങ്ങ് പറഞ്ഞുപോയി. എന്നിട്ട് ഇപ്പൊ ഒരു മാപ്പപേക്ഷയായിട്ട് വന്നിരിക്കുക. ഓരോന്ന് മീഡിയക്കാരെ കാണുമ്പോൾ പറയുമ്പോൾ ഓർക്കണം, എന്ത് കാര്യം പറയുമ്പോഴും 100 വട്ടം ആലോചിച്ചിട്ട് പറയാം. അതും ഇതുപോലെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വെറുതെ ഇരിക്കുവോ? പ്രധാനമന്ത്രിയുടെ അമ്മനെയൊക്കെ ഇത്ര ധൈര്യമായിട്ട് ഓപ്പണായിട്ട് ഓൺലൈൻ മീഡിയ വന്നിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കാണാൻ നേരത്ത് സത്യം പറഞ്ഞ ചോര ഇങ്ങനെ തിളക്കണുണ്ട്, 2 പിടിച്ച് പെടക്കണമെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് പല ആൾക്കാരുടെ അടുത്ത് വന്നു കയറുന്നുണ്ട്. എന്തും പറയാന്ന് വെച്ചാ അതായത് കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയെ വളർത്തിയെടുത്ത ഒരമ്മനെ പറ്റി പറയാനാണ് ഈ പരനാറി, ഈ പല പേരും വായിലും വന്നിട്ടുണ്ട്, അത് വിളിക്കണില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനെതിരെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ കേസ് കൊടുത്തിട്ട് അതിനെ നടപടി എടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ BJP നേതൃത്വം ചെയ്തില്ലെങ്കിൽ എനിക്കും കേസ് കൊടുക്കാം, യാതൊരു സംശയമില്ല. എനിക്കും കേസ് കൊടുക്കാം, ഞാനും കേസ് കൊടുക്കാൻ പോണെയാണ്. സാധാരണക്കാർക്ക് എല്ലാവരും കേസ് കൊടുക്കാം. പക്ഷെ ഇവിടുത്തെ BJP നേതൃത്വം, IT സെല്ല്, അഭിഭാഷക സെല്ല്, എന്തൊക്കെ സെല്ലുകളുണ്ട്, അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയിക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അവരോടാണ്, നിങ്ങൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നിട്ട് പാവം മരണപ്പെട്ട നരേന്ദ്രമോദിജിനെ അമ്മേനെ വരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ കയ്യൂക്കൊണ്ട് 2 പെടക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. പക്ഷെ ആ പെടക്കണം ചിലപ്പോൾ പോയിട്ട് അഴിക്കുള്ളി കിടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇതിനെ നേരിടാനായിട്ട് ഇവിടുത്തെ BJPയുടെ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പിന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ ഈ ജാൻമണിനെ പോലുള്ള മാരി ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നടപടി, പരാതിക്ക് അവനെ പൂട്ടാൻ തന്നെ ഉള്ളൊരു ശ്രമം ഇവിടുത്തെ നേതാക്കന്മാര് നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ്, ഒരു സാധാരണ പ്രവർത്തകന്റെ അഭ്യർത്ഥനയാണ്. കണ്ടല്ലോ ഓരോരുത്തരുടെയും പ്രതിഷേധം കണ്ടല്ലോ. ഇതിപ്പോ നമ്മൾ 1-2 ആൾക്കാരുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിൽ ജാൻമണി അങ്ങനെ ഇപ്പൊ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, അവർ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളയും. കാരണം അത്രത്തോളം ദേഷ്യമുണ്ട് എല്ലാവർക്കും. വൃത്തികെട്ട രീതിയിലാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ജാൻമണിക്ക് അർഹതപ്പെട്ടതല്ലേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എയറിലായി പരാതിയൊക്കെ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പണി പാളിപ്പോയെന്ന് ജാൻമണിക്ക് മനസ്സിലായി. അവസാനം ഒരു മാപ്പപേക്ഷയായിട്ട് എത്തിയിരിക്കുക. എന്തായാലും ജാൻമണിയുടെ ആ ഒരു മാപ്പപേക്ഷ കൂടെ ഒന്ന് കാണാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവത്തില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ ഇങ്ങനെയാണ്, ഇത് ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടർ പറഞ്ഞ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല.
സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ വർക്ക് അനുസരിച്ച് അതിനാണ് ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതിന് അതിലെ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു. എന്തായാലും ജാൻമണിക്ക് മനസ്സിലായിട്ടോ നന്നായിട്ട് പണി കിട്ടുമെന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ ഒരു മാപ്പപേക്ഷയായിട്ട് വന്നിട്ട് പറയുക ഒരു തമാശയായിട്ട് എല്ലാരും കാണുന്നു. പിന്നെ ഭയങ്കര തമാശയല്ലേ പറഞ്ഞത്, അത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടല്ലേ തമാശ പറയുന്നത്. എന്തായാലും ഇനി കിട്ടാവുന്നതൊക്കെ അങ്ങ് മേടിച്ചു കൂട്ടിക്കോ. കാരണം അത്രത്തോളം ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മോദിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി മോശമായിട്ടുള്ള രീതിയിലാണ് ജാൻമണിയുടെ ഈ ഒരു പ്രതികരണം. എന്തായാലും കിട്ടുന്നത് വാങ്ങിച്ചോളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ.